ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2276. ഇന്ന് മാർച്ച് മാസം 25-ാം തീയതി, 84-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് വലിയ നോമ്പ് 38-ാം ദിനമാണ്. സുറിയാനി സഭയെ സംബന്ധിച്ച് ഇന്ന് വലിയൊരു പെരുന്നാൾ ദിനമാണ്. പരിശുദ്ധ ദൈവമാതാവിന്റെ വചനിപ്പ് പെരുന്നാൾ. നോമ്പിന്റെ നാളുകളിൽ ഓരോ ദിവസവും കുറച്ചുകൂടി ക്രിസ്തുബോധത്തിലേക്ക് ജാഗ്രതയോടെ എത്തേണ്ടതായിരുന്നു. അതിന് അമ്മ മറിയത്തിന്റെ ഒരു സാന്നിധ്യവും ആവശ്യമാണെന്ന് പറയാം. എന്നിട്ടും ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല എന്നൊരു സങ്കടത്തിൽ നിൽക്കുമ്പോൾ മാതാവിന്റെ ഈ ഒരു വലിയ പെരുന്നാളിന്റെ സ്മരണയിൽ യേശുവിന്റെ ഒരു ചോദ്യമുണ്ട്. അമ്മയോട് പണ്ടൊരിക്കൽ ചോദിച്ചതാണ്. അതൊന്നുകൂടി ഒന്ന് വായിച്ചെടുക്കണമെന്ന് തോന്നി. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലുണ്ട്. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്നെ തിരഞ്ഞ് ഇവിടെ വരെ മടങ്ങിയെത്തിയത്? 12 വയസ്സുള്ള ഒരു കൊച്ച് തന്റെ അമ്മയോടും അപ്പനോടും കൂടെ ചോദിച്ചതാണ്. മറിയമെന്ന അമ്മ അതിനെന്തുത്തരവാണ് കൊടുക്കാനായിട്ട് ശ്രമിച്ചത്? അപ്പോഴും പിന്നീട് തന്റെ ജീവിതം മുഴുവനും എന്തിനു വേണ്ടിയാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ വലിയ നോമ്പിന്റെ നാളുകളിൽ കുറച്ചുകൂടി യേശു അന്വേഷണത്തിന് താല്പര്യത്തോടും ജാഗ്രതയോടും പ്രാർത്ഥനയോടും കൂടി പരിശ്രമിക്കുന്നത്? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കണ്ടെത്താൻ വേണ്ടിയാണ്. കുറച്ചുകൂടി കുലീനമായിട്ട്, കുറേം കൂടി അന്തസ്സോടും മാന്യതയോടും കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട്. ഏതാണ്ട് ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും ചമച്ച രൂപപ്പെടുത്തിയ മനുഷ്യനെന്ന ആ മഹത്തായ നിലയിൽ തന്നെ മനുഷ്യത്വമുള്ള നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ വേണ്ടിയാണ്. അതിന് കുറച്ചും കൂടി ഉന്നതമായ ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു യേശു അന്വേഷണത്തിന് മുതിർന്നേ മതിയാവും. നഷ്ടപ്പെട്ടു പോയ യേശുവിനെ അന്വേഷിച്ച് സ്വന്തം ജീവിതത്തിലോട്ട് കൂട്ടിച്ചേർക്കാനായിട്ട് മറിയമെന്ന അമ്മ ഇന്നേ ദിവസം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിർബന്ധിക്കുന്നുണ്ട്, ഉപദേശിക്കുന്നുണ്ട്, ഇത്തിരി ശാസിക്കുന്നുമുണ്ടാവാം. നഷ്ടപ്പെടുത്തി കളഞ്ഞ ക്രിസ്തു ബോധത്തെയും ക്രിസ്തു അനുഭവത്തെയും ഒക്കെ വീണ്ടെടുക്കുക. മറിയമെന്ന അമ്മയോട് 12 വയസ്സുള്ള മകൻ അന്ന് ചോദിച്ചതും, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ ഇന്ന് വരെ. അതെന്തിനൊക്കെ വേണ്ടിയാണ്? ആ ഒരു സാന്നിധ്യത്തിന് വേണ്ടിയാണ്, വേറൊന്നിനും വേണ്ടിയിട്ടല്ല. അങ്ങയെ സ്നേഹിക്കാൻ വേണ്ടിയാണ്, അങ്ങയുടെ ചാരത്ത് ആയിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒന്ന് പറയാനായിട്ട് നമ്മൾ കുറെ കൂടി മെച്ചപ്പെട്ട മികവുള്ള യേശു ശിഷ്യരായിട്ട് മാറട്ടെ. അമ്മ സഹായിക്കണം, അമ്മേ സഹായിക്കണം. ആമേൻ.